നാട് സത്യം പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ. പക്ഷെ അത് കാണാനും കേൾക്കാനും ഈ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാവണം. ഇപ്പം കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ചെയ്യാനിരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും തടസ്സം വെച്ചിട്ട് അത്രയും വർഷം നമ്മളെ പിന്നോട്ടടിപ്പിച്ചിട്ട് പിന്നീട് അവർ വന്നപ്പം ചെയ്ത് കാണിക്കുന്നു എന്ന് പറയുന്നതല്ല. നമ്മൾ അവിടെ ഒരു പൊളിറ്റിക്കൽ വിമർശനമല്ല, നല്ല കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് ചെയ്യുക. ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വന്നപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. 15 വർഷം മുമ്പ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ എതിർത്തവരാണ്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവിടുത്തെ കോളേജുകളിലെ സ്കൂളുകളിലൊന്നും കോളേജുകളിൽ കുട്ടികളില്ല. ഉണ്ടോ? ടീച്ചർ പഠിപ്പിക്കുന്ന കോളേജിൽ കുട്ടികളുണ്ടോ? പിന്നെ സയൻസ് വിഷയങ്ങൾക്ക് പ്യുവർ സയൻസ് പഠിക്കാനാണ് ഏറ്റവും കുറച്ച് കുട്ടികൾ വരുന്നത്. അതേസമയം സയൻസ് പഠിക്കുന്നവർക്കും ആർട്സിലെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ലാംഗ്വേജുകൾക്ക് മറ്റും അത്യാവശ്യം കുട്ടികൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇതാണ് എങ്കിൽ പോലും പൂർണ്ണമായിട്ടും സീറ്റ് ഫില്ല് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിദേശ സർവകലാശാല, ഉയർന്ന സർവകലാശാലയിൽ പഠിക്കാൻ കുട്ടികൾ പോകും. ഇവിടെ ടീച്ചർ പറഞ്ഞ പോലെ ഇവിടുത്തെ കോളേജ് പഠിക്കാൻ ആളില്ല. പിന്നെ ഇവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാൽ പിന്നെ ആരാ പഠിക്കാൻ വരുന്നത്?